ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ദൈവവചനം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരാത്മീക ദൂതാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനമനുസരിച്ചതിൻ്റെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെ ഭയന്നുകൊണ്ട്, ദൈവവചനം അനുസരിച്ചതുകൊണ്ട് സംഭവിക്കുന്ന ഭൗതികമായ നഷ്ടങ്ങളെ ചൊല്ലി പലപ്പോഴും പല ആളുകളും ദൈവവചനം അനുസരിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ മടി കാണിക്കാറുണ്ട്. എന്നാൽ പഴയ നിയമത്തിലെ ഒരു രാജാവിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിനുണ്ടായ നഷ്ടത്തെ, അതിന് പകരം, ആ ഉണ്ടായ നഷ്ടത്തിന് പകരം സ്വർഗത്തിലെ ദൈവം നഷ്ടത്തെ ലാഭമാക്കുന്ന, അല്ലെങ്കിൽ നഷ്ടത്തിന് പകരം ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തും പലതും നഷ്ടപ്പെടുമോ, ദൈവത്തെ അനുസരിച്ചതിൻ്റെ പേരിൽ പലതും നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വരാറുണ്ട്. അവിടെയെല്ലാം നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്, ബലപ്പെടുത്തുന്നത്, മുൻപോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം പലപ്പോഴും വായിക്കുന്നുണ്ടെങ്കിലും ദൈവവചന സന്ദേശം അഭിഷക്തന്മാരായ ദൈവദാസന്മാരിലൂടെ പലപ്പോഴും കേൾക്കുന്നുണ്ടെങ്കിലും നാം നമ്മുടെ വ്യക്തിപരമായ ദൈവവചന വായനയ്ക്കകത്ത് നമ്മളോട് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കും. എന്നാൽ ഈ ഒരു വേദഭാഗം ഞാൻ വായിച്ചപ്പോൾ, ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന പോലെയാണ് എനിക്ക് ആ വേദഭാഗം വായിച്ചപ്പോൾ മനസ്സിലായത്. അത് എന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് നിശ്ചയമായിട്ടും ഈ വീഡിയോ കാണുന്ന, ഈ ദൈവവചന സന്ദേശം കേൾക്കുന്ന നിങ്ങളെയും ഇൻസ്പയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ വേദഭാഗം കിടക്കുന്നത് 2 ദിനവൃത്താന്ത പുസ്തകങ്ങൾ 25-ാം അധ്യായത്തിലാണ്. 25-ാം അധ്യായത്തിൻ്റെ 5 മുതൽ തൊട്ട് 11 വരെയുള്ള ആ വേദഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. പഴയ നിയമത്തിലെ അനേക രാജാക്കന്മാരെ നമുക്ക് വായിക്കാൻ കഴിയും. ആ കൂട്ടത്തിൽ യഹൂദ ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു അമസ്യാവ്. അമസ്യാവിനെക്കുറിച്ച് പല കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. അദ്ദേഹം ദൈവത്തെ അനുസരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നതായിട്ടും ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ അമസ്യാവ് തൻ്റെ ജീവിതത്തിൽ ഇവിടെ ചെയ്ത ഒരു നല്ല പ്രവൃത്തിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വായിക്കാനായിട്ട് കഴിയുന്നത്. 5-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, അമസ്യാവ് ഭരിച്ചിരുന്ന യഹൂദാദേശം, അവർക്കെതിരെ സെയീര്യർ യുദ്ധത്തിന് വരികയാണ്. ആരാണ് ഈ സെയീര്യർ? ആ വിഭാഗം ആളുകളെന്ന് പറയുന്നത് ഏദോമ്യരാണ്, ഏദോമ്യ സന്തതികളാണ്, ഏശാവിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകളാണ്. ആ ആളുകൾ അമസ്യാവ് എന്ന് പറയുന്ന രാജാവ് ഭരിച്ചിരുന്ന യഹൂദയ്ക്ക് നേരെ യുദ്ധത്തിന് വന്നപ്പോൾ യുദ്ധത്തിന് പുറപ്പെടുവാൻ അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ്. ആ സമയത്ത് 20 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളെയെല്ലാം അദ്ദേഹം എണ്ണുകയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മെസ്സേജ് നമ്മൾ ആരംഭിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ മെസ്സേജിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നിങ്ങളോട് ഇടപെടും എന്ന് ഞാൻ വിശ്വസിക്കുക. അങ്ങനെ യുദ്ധത്തിന് പോകുവാൻ തയ്യാറായി നിൽക്കുന്ന അമസ്യാ രാജാവ് തൻ്റെ കൂട്ടത്തിലുള്ള പടയാളികളെ എണ്ണുന്നത് 5-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അമസ്യാവ് യഹൂദയെ കൂട്ടിവരുത്തി എല്ലാ യഹൂദയും ബെന്യാമീനുമായ അവരെ സഹസ്രാധിപന്മാർക്കും ശതാധിപന്മാർക്കും കീഴെ പിതൃഭവനമായി നിർത്തി. എന്നിട്ട് എണ്ണുകയാണ്, 20 വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ എണ്ണി. കുന്തവും പരിചയം എടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ യോദ്ധാക്കൾ 3 ലക്ഷമെന്ന് കണ്ടു. 20 വയസ്സിന് മുകളിലുള്ള ശ്രേഷ്ഠ യോദ്ധാക്കളായിട്ടുള്ള കുന്തവും പരിചയമൊക്കെ എടുക്കാൻ പ്രാപ്തിയുള്ള ആളുകളെ എണ്ണി നോക്കിയപ്പോൾ ഏകദേശം 3 ലക്ഷം ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് അദ്ദേഹം, ബൈബിളിൽ എഴുതിയിട്ടില്ലെങ്കിലും ഒന്ന് ചിന്തിച്ച് കാണുമായിരിക്കും, 3 ലക്ഷം ആളുകളുമായി സെയീര്യർ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ നേരെ യുദ്ധത്തിന് പോയാൽ പക്ഷേ ജയിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം ചെയ്തൊരു പ്രവൃത്തിയാണ് 6-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഈ 6-ാം വാക്യത്തിൽ പറയുന്ന കാര്യം, ദൈവത്തോടോ ദൈവപുരുഷന്മാരോടോ ആലോചന ചോദിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം തനിക്ക് പണമുള്ളതുകൊണ്ട്, ശക്തിയുള്ളതുകൊണ്ട് താൻ എടുത്ത ഒരു തീരുമാനമാണ് 6-ാം വാക്യത്തിൽ വായിക്കുന്നത്.
ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ ഇസ്രായേലിൽ നിന്ന് 1,00,000 പരാക്രമശാലികളെ 100 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി. അമസ്യാവെന്ന് പറയുന്ന രാജാവ് യുദ്ധത്തിന് പോകുമ്പോൾ, സെയീര്യർക്ക് നേരെ യുദ്ധത്തിന് പോകുമ്പോൾ, യഹൂദ രാജാവാണ് അമസ്യാവെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള 20 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളെ എണ്ണി നോക്കിയപ്പോൾ പരാക്രമശാലികളായ, യുദ്ധം ചെയ്യാൻ പ്രാപ്തിയുള്ള, കുന്തവും പരിചയമൊക്കെ എടുക്കാൻ പ്രാപ്തിയുള്ള ഒരു 3,00,000 എന്ന് കണ്ടു. എന്നാൽ ഇസ്രായേലിൽ നിന്ന് 1,00,000 ആ പടയാളികളെ, 1,00,000 പരാക്രമശാലികളെ, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പരാക്രമശാലികളെ ഇസ്രായേലിൽ നിന്ന് കൂലിക്ക് വാങ്ങിക്കുകയാണ്. ഹയർ ചെയ്യുകയാണ്, റെൻറ്റിന് മേടിക്കുകയാണ്. എത്ര പണം കൊടുത്താണോ വാങ്ങിച്ചതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 100 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി. ഇത് ദൈവാലോചന ചോദിക്കാതെ എടുത്തൊരു സ്റ്റെപ്പാണ്. ഇസ്രായേലിലെ രാജാക്കന്മാരെ സംബന്ധിച്ച്, യഹൂദയിലെ രാജാക്കന്മാരെ സംബന്ധിച്ച്, ദൈവം നിയോഗിച്ചാക്കിയ ആളുകളെ സംബന്ധിച്ച് അവരെന്ത് സ്റ്റെപ്പ് എടുത്താലും ദൈവാലോചന ചോദിച്ചെടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ദൈവാലോചന ചോദിക്കാതെ എത്ര വലിയ ആൾ എത്ര വലിയ സ്റ്റെപ്പ് എടുത്താലും അത് പരാജയപ്പെട്ട ചരിത്രം ബൈബിളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾ ദൈവമക്കളാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരാണ്, യേശുവിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ചവരാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആത്മീയ ജീവിതം എത്ര വലുതാണെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആളാണ്, നമ്മൾ സ്റ്റില്ലും മനുഷ്യരാണ്. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ച് വേണം സ്റ്റെപ്പ് എടുക്കാൻ. ഒരുപക്ഷെ നമുക്ക് പണം കാണുമായിരിക്കും, പരിചയ സമ്പത്ത് കാണുമായിരിക്കും, ഇൻഫ്ലുവൻസ് കാണുമായിരിക്കും, കോണ്ടാക്ട്സ് കാണുമായിരിക്കും. പക്ഷേ ദൈവം സഹായിച്ചില്ലെങ്കിൽ പണം വേസ്റ്റ് ആകും. ദൈവം സഹായിച്ചില്ലെങ്കിൽ ബന്ധങ്ങൾ വേസ്റ്റ് ആകും. ദൈവം സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വാധീനങ്ങളെല്ലാം വേസ്റ്റ് ആകും. അമസ്യാവ് പണമുള്ളയാളാണ്. 1,00,000 ആളുകളെ, 1,00,000 അവിടെ വായിച്ചത് പരാക്രമശാലികളെന്ന, 1,00,000 പരാക്രമശാലികളെ 100 താലന്ത് കൊടുത്ത്, 100 താലന്ത് വെള്ളി കൊടുത്ത് വാങ്ങുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. തൻ്റെ ഖജനാവിലുള്ളൊരു നല്ല ഭൂരിഭാഗം പണം കൊടുത്താണ് അവരെ ഹയർ ചെയ്തിരിക്കുന്നത്. 100 താലന്ത് വെള്ളി എന്ന് പറഞ്ഞാൽ, പഴയ നിയമമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അക്കാലത്ത് ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് 1 ശേക്കൽ. 100 താലന്ത് വെള്ളി എന്ന് പറഞ്ഞാൽ ഏകദേശം 3,00,000 ശേക്കലാണ് അതിൻ്റെ മൂല്യം. എന്ന് പറഞ്ഞാൽ ഈ 1,00,000 ആളുകളെ 3,00,000 ശേക്കൽ, അതായത് 100 താലന്ത് വെള്ളി എന്ന് പറഞ്ഞാൽ 3,00,000 ശേക്കലാണ്. ഈ 3,00,000 ശേക്കലിന് 1,00,000 ആളുകളെ ഹയർ ചെയ്തെന്ന് പറഞ്ഞാൽ, വാടകയ്ക്ക് എടുത്തെന്ന് പറഞ്ഞാൽ, ഒരു പടയാളിക്ക് 3 മാസത്തെ ശമ്പളം ഒരു ദിവസം കൊടുക്കുക. അതായത് 1,00,000 ആളുകൾക്ക് 3 മാസത്തെ സാലറി ഒറ്റ ദിവസം കൊടുക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളുടെ 3 മാസത്തെ ശമ്പളം ഒരു ദിവസത്തെ വേതനമായിട്ട് കൊടുത്താൽ എങ്ങനെയായിരിക്കും? അതായത് ഇസ്രായേലിലെ, യഹൂദയിലെ ഒരു പടയാളിക്ക് വളരെ വർഷങ്ങൾ ലഭിക്കേണ്ട തുക ഒറ്റ പടയാളിക്ക് ലഭിക്കേണ്ട ഈ 1,00,000 പേർക്ക് കൊടുക്കുക. അതായത് 3 മാസത്തെ ശമ്പളം ഒറ്റ ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് വേണ്ടി കൊടുക്കുക. ഒത്തിരി പണമാണ് കൊടുത്തേക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും ദൈവം സഹായിച്ചില്ലെങ്കിൽ ഒന്നുമില്ല. ഈ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ദൈവത്തോട്, വചനത്തോട്, പ്രാർത്ഥനയിൽ ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കരുത്. അവിടെ പണത്തിന് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും, ബന്ധങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത സംഭവങ്ങൾ ജീവിതത്തിൽ വരും. പണമല്ല വലുത്, ബന്ധങ്ങളല്ല വലുത്. ദൈവാലോചന പ്രകാരം വേണം നമ്മൾ സ്റ്റെപ്പ് എടുക്കാൻ. അവിടെ ഒരു ദൈവപുരുഷൻ ആ സമയത്ത് ഈ പരാക്രമശാലികളായ 1,00,000 ആളുകളെ അവരുടെ 3 മാസത്തെ ശമ്പളം ഒറ്റ യുദ്ധത്തിന് വേണ്ടി കൊടുത്ത്, വില കൊടുത്ത് ആ ക്യാമ്പിനകത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു ദൈവപുരുഷൻ അവിടെ വന്ന് പറയുന്നത് അടുത്ത വാക്യത്തിലുണ്ട്. ശ്രദ്ധിച്ച് വായിച്ചോണേ, ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കുക. 2 ദിനവൃത്താന്തം 25-ന്റെ 7-ാം വാക്യത്തിലാണ് വായിക്കുന്നത്. എന്നാൽ ഒരു ദൈവപുരുഷൻ അവൻ്റെ അടുക്കൽ വന്ന, രാജാവേ, ഇസ്രായേലിൻ്റെ സൈന്യം നിന്നോടുകൂടെ പോരരുത്, യഹോവ ഇസ്രായേലിനോടുകൂടെ എല്ലാം എഫ്രൈമ്യരോടുകൂടെ തന്നെ ഇല്ല. അമസ്യാവേ,
ഖജനാവിലെ പണം ഒരുപാട് ഉപയോഗിച്ച് ഈ പടയാളികളെല്ലാം താങ്കളുടെ രാജ്യത്ത് കൊണ്ടുവന്നില്ലേ? ദൈവം പറയുകയാണ്, ദൈവപുരുഷനിലൂടെ ഇടപെടുകയാണ്, അവരെ യുദ്ധത്തിന് കൊണ്ടുപോകരുത്. അതിന് ഒരുപാട് ആത്മീയ അർത്ഥം അതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. നോക്കിക്കേ, ദൈവമില്ലാത്ത പണം കൊടുത്ത് എത്ര വലിയ ആളെന്ന് പറഞ്ഞാൽ ദൈവമില്ലെങ്കിൽ, ദൈവസാന്നിധ്യമില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മൾ എത്ര വലിയ വീട്ടിൽ താമസിച്ചെന്ന് പറഞ്ഞാലും ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാം വേസ്റ്റാണ്. മോശ പറഞ്ഞൊരു കാര്യം, നിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. പണത്തേക്കാൾ വലുതാണ് ദൈവസാന്നിധ്യം, പദവികളേക്കാൾ വലുതാണ് ദൈവസാന്നിധ്യം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നിമിത്തം നിങ്ങൾ ജോലി ചെയ്യുന്ന ആ കാര്യത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളായിരിക്കുന്ന വീട്ടിനകത്ത് ദൈവസാന്നിധ്യം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു തീരുമാനം എടുക്കുമ്പോൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഏറ്റവും വലിയതായിട്ട് ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യം. ദൈവപുരുഷൻ പറയാണ്, അത് രാജാവേ, ഈ എല്ലാ ഇസ്രായേലിൻ്റെ കൂട്ടത്തിലും എല്ലാ എഫ്രീമ്യരുടെ കൂട്ടത്തിൽ യഹോവ ഇല്ല, അതുകൊണ്ട് അവരെ യുദ്ധത്തിന് കൊണ്ടുപോകരുത്. ആമേൻ. അടുത്ത പദത്തിൽ ഇങ്ങനെ പറയുന്നത്, നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്ക്, അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിൻ്റെ മുമ്പിൽ വീഴിച്ചേക്കാം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ദൈവമില്ലാത്ത ഈ ലക്ഷക്കണക്കിന് ആളുകളെക്കാളും നല്ലത് ദൈവസാന്നിധ്യമുള്ള നീയാണ്. ദൈവം വലിയ വലിയ കാര്യങ്ങൾ തൻ്റെ ഭക്തന്മാരെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്തത് ബൈബിളിനകത്ത് നമുക്ക് കാണാൻ കഴിയും. വലിയ സൈന്യമില്ല, ഒറ്റയ്ക്കാണ്. സഹോദര സഹോദരി, താങ്കൾ ഒറ്റയ്ക്കായിരിക്കും. താങ്കൾ വീട്ടിനകത്ത്, ജോലി സ്ഥാപനത്തിൽ, ചർച്ചിനകത്ത്, നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത്, കുടുംബത്തിനകത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ഫീലുണ്ടോ? ഞാൻ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. എൻ്റെ ആ ആത്മീക ലെവലിലേക്ക്, പ്രാർത്ഥന ലെവലിലേക്ക് കയറി വരാൻ എനിക്കാരുമില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട്. അങ്ങയുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഏലിയാവ് ഒറ്റയ്ക്കാണെന്നാണ് എല്ലാവരും ചിന്തിച്ചത്. അല്ല, ഏലിയാവ് പോലും ചിന്തിച്ച് ഞാൻ ഒറ്റയ്ക്കാണ്. അല്ല, ഏലിയാവെ താങ്കൾ ഒറ്റയ്ക്കല്ല. പ്രാർത്ഥിക്കുന്ന ഏലിയാവെ താങ്കൾ ഒറ്റയ്ക്കല്ല. ദൈവത്തെ അനുസരിക്കുന്ന ഏലിയാവെ താങ്കൾ ഒറ്റയ്ക്കല്ല. തല മുഴങ്കാലുകൾക്കിടയിലിട്ട് പ്രാർത്ഥിക്കുന്ന ഏലിയാവെ താങ്കൾ ഒറ്റയ്ക്കല്ല. സർവ സൈന്യാധിപനായ ദൈവം താങ്കളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങിയത്. ഗോലിയാത്തിന് വടിയുണ്ട്, വേലുണ്ട്, കുന്തമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആയുധം മറ്റൊരു വ്യക്തിക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കൂടെ വലിയ സൈന്യമുണ്ട്. പക്ഷേ ദാവീദ് ഒറ്റയ്ക്കാണ് നിന്നത്. എല്ലാവരും ചിന്തിച്ച് ദാവീദ് ഒറ്റയ്ക്കാണെന്ന്. അല്ല. ദാവീദിൻ്റെ കയ്യിലുള്ള ഈ ആയുധം വലിയ ആയുധങ്ങളൊന്നുമല്ല, പുറമേ നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷേ ഇവർക്കാർക്കും കാണാൻ കഴിയാത്തൊരായുധം, ഒരു ശക്തി ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാം, നിങ്ങൾ ബലഹീനരല്ല, നിങ്ങൾ കഴിവില്ലാത്തവരല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിൻ്റെ കൂടെ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദാവീദിന് ശക്തിയില്ലെന്നും ബലമില്ലെന്നും ഒരു നായുടെ നേരെ കടന്നു വരുന്നത് പോലെയാണ് യുദ്ധത്തിന് വരുന്നതെന്ന് ഗോലിയാത്തിന് തോന്നിയാലും ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഗോലിയാത്തെ താങ്കൾക്ക് അറിയാത്ത, താങ്കൾക്ക് കാണാൻ കഴിയാത്തൊരു ശക്തി ദാവീദിൻ്റെ പിന്നിലുണ്ട്. പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള ദൈവമക്കളെ, നമ്മൾ ബലഹീനരാണെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ശക്തനായി നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ പുറം ലോകത്ത് കാണാൻ കഴിയത്തില്ലെങ്കിലും നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവ സന്നിധിയിൽ ശക്തിയുള്ളതാണ്. പ്രാർത്ഥിക്കുന്നവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ ഈ സമയം നിങ്ങൾ കേൾക്കുന്ന ഏത് ടൈം സോണിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ചിന്തിക്കുക, പ്രാർത്ഥിക്കുന്ന താങ്കൾ ബലഹീനനാണെങ്കിലും പുറം ലോകത്തിന് നിങ്ങളൊരു ശക്തിയില്ലാത്തയാളാണെന്ന് തോന്നിയാലും പ്രാർത്ഥിക്കുന്ന താങ്കൾ ശക്തിയുള്ളയാളാണ്. താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ചെറിയ പ്രാർത്ഥനയാകട്ടെ, വലിയ പ്രാർത്ഥനയാകട്ടെ, പ്രാർത്ഥനയുടെ പിന്നിൽ ചലിക്കുന്ന ഒരു ദൈവ ശക്തിയുണ്ടെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഒറ്റയ്ക്കാണ് അമസ്യാവിനോട്, ഒറ്റയ്ക്ക് മതി. പക്ഷെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ആരുടെ വേണം? ദൈവ സാന്നിധ്യം വേണം. യഹോവ കൂടെ വേണം. യഹോവ കൂടെ ഇല്ലാതെ 3 മാസത്തെ ശമ്പളം ഒരു ദിവസത്തേക്ക് നീ കൊടുത്തു, വലിയ പണം കൊടുത്ത് യോദ്ധാക്കളായ പരാക്രമശാലികളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. യുദ്ധം ജയിക്കണോ? ദൈവ സാന്നിധ്യം വേണം. കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ജയത്തിന്
കുതിര വൃദ്ധമാണെന്ന് ദൈവവചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവസാന്നിധ്യമുണ്ടോ? നമ്മുടെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലൈഫിൽ രഹസ്യ പരസ്യ ജീവിതത്തിൽ ദൈവസാന്നിധ്യമുണ്ടോ? രഹസ്യമായ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ആ ദൈവസാന്നിധ്യമുണ്ടെങ്കിൽ ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നിട്ട് അടുത്തത് ദൈവപുരുഷൻ അമസ്യാവിനോട് പറയുകയാണ്, സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. നോക്കിക്കേ, 1,00,000 പരാക്രമശാലികളല്ല തീരുമാനിക്കുന്ന യുദ്ധം ജയിക്കണമെന്ന്. യുദ്ധം ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അവിടെ വായിക്കുന്നത് സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കുന്ന കർത്താവിന് നമ്മളെ സഹായിപ്പാൻ ശക്തിയുണ്ടെന്ന് തിരിച്ചറിയണം. ചില ആളുകൾക്ക് സഹായിപ്പാൻ കഴിവുണ്ട്, ശക്തിയുണ്ട്, പക്ഷെ അവർക്ക് സഹായിപ്പാൻ മനസ്സില്ല. ഏതെങ്കിലും വ്യക്തികളെ നിങ്ങളുടെ ചിന്തയിൽ ഒരുപക്ഷെ ആ വ്യക്തികളുടെ മുഖം വന്നു കാണും. അവർക്ക് നല്ല എന്തുണ്ട്? സഹായിപ്പാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്, പക്ഷെ അവർക്ക് മനസ്സില്ല സഹായിപ്പാൻ. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, അവർക്ക് നല്ല മനസ്സാണ് ഹെൽപ്പ് ചെയ്യാൻ. എന്നാൽ അവർക്ക് സഹായിപ്പാനുള്ള കഴിവില്ല, ശക്തിയില്ല, മനസ്സേ ഉള്ളൂ. എന്നാൽ നമ്മൾ ആരാധിക്കുന്ന കർത്താവിന്, നമ്മൾ വിശ്വസിക്കുന്ന യേശുവിന് കഴിവുമുണ്ട്, മനസ്സുമുണ്ട്. ബൈബിളിൽ വായിക്കുന്ന ഇങ്ങനെ, എബ്രായ ലേഖനം 1-2 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ, 2-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ പറയാം, അവിടുന്ന് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. യേശുവിനെക്കുറിച്ച് പറയുന്നത് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. കഴിവ് മാത്രമല്ല, താൻ തന്നെ പരീക്ഷിതരായി കഷ്ടമനുഭവിച്ചിരിക്കാൻ സഹായിപ്പാൻ അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹതാപം കാണിപ്പാൻ കഴിവുള്ള എന്ന് പറഞ്ഞാൽ സഹതാപവും കാണിക്കും, കഴിവുമുണ്ട്. അതായത് മനസ്സുമുണ്ട്, ശക്തിയുമുണ്ട്. നമ്മൾ ആരാധിക്കുന്ന യേശുവിന്, നമ്മൾ പ്രാർത്ഥിക്കുന്ന യേശുവിന് നമ്മളെ സഹായിപ്പാൻ ശക്തിയുണ്ട്, മനസ്സുമുണ്ട്. അമസ്യാവിനോട് പറയുകയാണ്, സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സ്തുതിക്കുന്ന ദൈവത്തിന് നമ്മളെ സഹായിപ്പാൻ ശക്തിയുണ്ടെന്ന്. ആമേൻ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. പ്രധാന ഈ മെസ്സേജിൻ്റെ കോർ ഭാഗത്തേക്ക് വരിക കേട്ടോ. ഈ ഒരു കാര്യം പറയാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. 1,00,000 ആളുകളെ, പരാക്രമശാലികളെ 3 മാസത്തെ വേതനം ഒറ്റ ദിവസത്തേക്ക് കൊടുത്ത് തൻ്റെ ഖജനാവിൽ ഒരു നല്ല ഭാഗം പണം അതിനുവേണ്ടി മുടക്കി 3,00,000 ഷേക്കൽ, ഏകദേശം 100 വെള്ളി കൊടുത്ത് ഹയർ ചെയ്ത് രാജ്യത്ത് കൊണ്ടുവന്നേക്കുക. അപ്പോഴാണ് ദൈവം പറഞ്ഞ്, അത് വേണ്ട, അവരെ മടക്കി അയക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, എന്തുമാത്രം പണം മുടക്കിയാണ് 1,00,000 ആളുകളെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നത്. ഒന്ന്, പണം നഷ്ടം. 2, ആ ആളുകളെ വാങ്ങിച്ചപ്പോൾ, ഹയർ ചെയ്തപ്പോൾ, കൂലിക്ക് വാങ്ങിയപ്പോൾ ഇനി ആ രാജ്യത്തോട് സമാധാനം പറയണ്ടേ? അത് അതിനേക്കാളും വലിയ പ്രശ്നം. അമസ്യാവ് ഈ കാര്യം ദൈവപുരുഷനോട് പറയുകയാണ്, ലിറ്ററലി പറയുകയാണ്. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. 2 ദിനവൃത്താന്തം 25-9 വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ അമസ്യാവ് ദൈവപുരുഷനോട്, എന്നാൽ ഞാൻ ഇസ്രായേൽ പടക്കൂട്ടത്തിന് കൊടുത്ത 100 താലന്തിന് എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ദൈവപുരുഷ, ഈ 1,00,000 ആളുകളെ 100 താലന്ത് വെള്ളി കൊടുത്ത് ഞാൻ വാങ്ങിച്ചത് എന്തോ ചെയ്യും? അതുകൊണ്ട് അവർ പാളയത്തിൽ വന്ന് നിൽക്കുന്നു. എൻ്റെ ഖജനാവിൽ ഒരു നല്ല ഭാഗം എമൗണ്ട് ഞാൻ കൊടുത്തിരിക്കുക. ഇനി ദൈവം പറയുന്നത് ഇവരെ വേണ്ട, ഒറ്റയ്ക്ക് പോയാൽ മതിയെന്നാണോ? അപ്പോൾ ഈ പണം കൊടുത്ത് വാങ്ങിച്ചവരെ എന്തോ ചെയ്യും ഞാൻ? പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. മാനുഷിക ദൃഷ്ടിയിൽ മണ്ടത്തരമെന്ന് പറയുന്ന പല കാര്യങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം ആലോചന തന്ന് നമ്മൾ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചേക്കാം. ചില ബന്ധങ്ങൾ നമ്മിൽ നിന്ന് അകന്നു പോയേക്കാം. മനുഷ്യർ നമ്മളെ ഭോഷരെന്നും മണ്ടരെന്നും വിധി എഴുതിയേക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ദൈവശബ്ദം കേട്ടിട്ടാണോ തീരുമാനമെടുത്തത്? ദൈവാലോചന പ്രകാരമാണോ തീരുമാനമെടുത്തത്? നഷ്ടങ്ങൾ സംഭവിച്ചാൽ ആ നഷ്ടത്തിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്നും ആ നഷ്ടമായിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ആർക്കും കടക്കാരനല്ല. മസിയാവേ,
താങ്കളുടെ ഖജനാവിനകത്തെ ഭൂരിഭാഗം പണം താങ്കൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. ആ രാജ്യത്തെ ഇസ്രായേലിൽ നിന്ന് 100,000 പരാക്രമശാലികളെ നിൻ്റെ രാജ്യത്ത് നീ കൊണ്ടുവന്നു. ഓക്കെ, ദൈവം പറയുന്നു ഇപ്പോൾ അത് വേണ്ട. ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. പല കാര്യങ്ങളും വളരെ പ്രതീക്ഷയോടെ ചെയ്തിട്ട് വേണ്ട വേണ്ട എന്ന് ദൈവം പറയുമ്പോൾ അതിന് സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. ഈ ഒരു വലിയ നഷ്ടത്തെക്കുറിച്ച്, ബന്ധത്തിലുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച്, സാമ്പത്തികമായി ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് മസ്സിയാവ് ചോദിച്ചപ്പോൾ ദൈവപുരുഷൻ പറയുന്ന മറുപടിയാണ് വളരെ പ്രധാനം. ഈ ഒരു വീഡിയോ മെസ്സേജിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള വാക്യമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാനത് വായിച്ചപ്പോൾ വളരെയധികം എന്നെ സ്ട്രൈക്ക് ചെയ്തു. വലിയ നഷ്ടത്തെക്കുറിച്ച് അദ്ദേഹം ദൈവപുരുഷനോട് പറയുമ്പോൾ അമസ്യാവോട് ദൈവപുരുഷൻ പറയുന്ന മറുപടിയാണ് 25-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്. അതിന് ദൈവപുരുഷൻ അതിനേക്കാൾ അധികം തരുവാൻ യഹോവയ്ക്ക് കഴിയുമെന്ന് ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, അമസ്യാവ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് സ്റ്റെപ്പ് എടുക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, താങ്കൾ ഈ പണം കൊടുത്ത് വാങ്ങിച്ച ഈ പടയാളികളെ മടക്കി അയക്ക്. ഈ പണം കൊടുത്ത് വാങ്ങിച്ചത് ഈ യുദ്ധത്തിന് ആവശ്യമില്ല, സഹായിപ്പാനും വീഴിപ്പാനും ദൈവം ശക്തനാണെന്ന് പറഞ്ഞപ്പോൾ അമസ്യാവ് പറഞ്ഞു, ഞാൻ ഈ 1,00,000 പടയാളികളെ 100 താലന്ത് വെള്ളി കൊടുത്തു 3 മാസത്തെ ശമ്പളം ഒറ്റ ദിവസത്തേക്ക് വേണ്ടി കടം വാങ്ങിച്ചു വന്നപ്പോൾ ഈ പണം എനിക്ക് നഷ്ടമല്ലേ, ഈ ബന്ധങ്ങൾ എനിക്ക് നഷ്ടമല്ലേ, ഞാനിവരോട് എന്ത് സമാധാനം പറയുമെന്ന് ചോദിച്ചപ്പോൾ തനിക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് താൻ പരാതി പറഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം അമസ്യാവോട് പറയുകയാണ്. എന്താണ് മറുപടി പറഞ്ഞത്? അതിനേക്കാൾ അധികം, നിനക്ക് സംഭവിച്ച നഷ്ടത്തെക്കാൾ അധികം, നിനക്ക് സംഭവിച്ച ഈ വലിയ ലോസിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയും. ഒരാമേൻ പറയാൻ പറ്റുമോ? സഹോദരങ്ങളെ, അത്ര നഷ്ടം, നമ്മൾ പറയും ഇത്രയോ ആ നഷ്ടം, ഈ ഒരു കാര്യമാണ് നഷ്ടം. എൻ്റെ ആ ഒരു ചെറിയ എൻ്റെ ആ പ്രൈവസി, എൻ്റെ ആ ബന്ധം, എൻ്റെ ആ പണം, ഇതാ എനിക്ക് നഷ്ടപ്പെട്ടത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിനക്കതൊരു വലിയ കാര്യമായിരിക്കും, പക്ഷേ നീ സേവിക്കുന്ന ദൈവത്തിന്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന്, സകല ചരാചരങ്ങളെയും ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന്, ഇതിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്ന ദൈവത്തിന്, പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുന്ന ദൈവത്തിന്, ആമേൻ, ഇതൊന്നും വലിയ കാര്യമല്ല. പറയുകയാണ്, അതിനേക്കാൾ അധികം തരുവാൻ യഹോവയ്ക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുണ്ടായ നഷ്ടത്തെക്കാൾ അധികം മടക്കി തരാൻ യേശു വിശ്വസ്തനാണ്. നിങ്ങൾക്കുണ്ടായ ആ ലോസിനെ ലാഭമാക്കി തരുവാൻ ദൈവത്തിന് കഴിയും. ദൈവാലോചന പ്രകാരം സ്റ്റെപ്പ് എടുത്തതിൻ്റെ പേരിൽ എന്തെല്ലാം നഷ്ടം ആർക്കെല്ലാം ദൈവവചനത്തിനകത്ത് വന്നിട്ടുണ്ടോ അതിനെല്ലാം ലാഭമാക്കി തീർത്തിട്ടുണ്ട് എൻ്റെ ദൈവം. യേശു കർത്താവ് മത്തായി സുവിശേഷം 19:29 ഇങ്ങനെ പറയുന്നത്, എൻ്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെയും അവകാശമാക്കും. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമുക്കറിയാം അബ്രഹാം യാഗം കഴിക്കാൻ പോയ സംഭവം. 3 വാക്യങ്ങൾ 22-ാം അധ്യായത്തിലെ ഞാൻ കോട്ട് ചെയ്യുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22:2 ഇങ്ങനെ പറയുന്നത്, അപ്പോൾ അവൻ നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാൻ അരുളിച്ചത്. ദൈവം പറയാണ്, നീ സ്നേഹിക്കുന്ന മകനെ, വാർദ്ധക്യത്തിൽ ലഭിച്ച മകനാണ്, വാക്തത്വ നിവർത്തി എന്ന വണ്ണം കാത്തിരുന്ന് നിർജീവമായ അവസ്ഥയെ ജീവിപ്പിച്ച് വൈദ്യശാസ്ത്രം നോ പറഞ്ഞിടത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അബ്രഹാമിന് വാർദ്ധക്യത്തിൽ ഒരു തലമുറ ജനിക്കുക. ഏറ്റവും സ്നേഹിക്കുന്നത്, ഏറ്റവും വാല്യബിളെന്ന് പറയുന്നത് അബ്രഹാമെ, താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും താൻ സ്നേഹിക്കുന്നത് ഏതാ? അബ്രഹാം പറയും, ഞാൻ എൻ്റെ മകനെയാണ് സ്നേഹിക്കുന്നത്. ദൈവം പറഞ്ഞു, അതിനെ എനിക്കിതാ. അബ്രഹാം എന്ത് ചെയ്തെന്നറിയാമോ? യാഗമെല്ലാം കഴിച്ച് ആ സമയത്ത് 16-ാം വാക്യത്തിൽ 17-ാം വാക്യത്തിലും കർത്താവ് പറയുകയാണ്, നീ ഈ കാര്യം ചെയ്തു. ഏതാ? നീ സ്നേഹിക്കുന്നതിനെ എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്താനായിട്ട് നീ തയ്യാറായപ്പോൾ നീ മടി കാണിക്കാൻ, അങ്ങനെ എഴുതി, മടി കാണിക്കരുത്.
പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷേ ദൈവവചനം പറയുന്നു മടി കാണിക്കില്ല. നഷ്ടം വരുവാണെങ്കിൽ നഷ്ടം വരട്ടെ. ചില സമയത്ത് വേർതിരിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം പറയുമ്പോൾ പ്രാർത്ഥിക്കുക, സമയം സ്പെൻഡ് ചെയ്യും. ഉല്ലാസങ്ങളൊക്കെ മാറ്റി വെച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ദൈവമല്ലേ പറഞ്ഞു, ഉത്തരവാദി ദൈവമാണ്. ഇതിനേക്കാൾ അധികം തരാൻ ദൈവത്തിന് കഴിയും. 2-3 പേരിരുന്നാണ് ഈ മെസ്സേജ് കേൾക്കാൻ അടുത്തിരിക്കുന്ന ആളോട് പറയും, ഇതിനേക്കാൾ വലുത് തരാൻ ദൈവം പറയും. ദൈവം ശക്തനാണെന്ന് പറ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വിദേശ രാജ്യത്താണോ ഭാരതത്തോടാണോ ഇരിക്കുന്നത്, പറ ഇതിനേക്കാൾ അധികം ചെയ്യാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ പ്രയർ പാർട്ട്നേഴ്സിനോട് പറ, ഭാര്യ ഭർത്താവിനോട് പറ, മക്കൾ മാതാപിതാക്കളോട് പറ, മാതാപിതാക്കൾ മക്കളോട് പറ, പാർശ്വ വിശ്വാസികളോട് പറ, വിശ്വാസി പാർശ്വോട് പറ, ഇതിനേക്കാൾ അധികം ചെയ്യാൻ ദൈവത്തിന് കഴിയും. ലിമിറ്റ് ചെയ്യരുത് ദൈവത്തിൻ്റെ ശക്തിയെ. അനുസരിക്കുന്നവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ശക്തനാ. അബ്രഹാമിനോട് പറയുക, നീ കാര്യം ചെയ്യാൻ മടിക്കായകൊണ്ട് എന്താ സംഭവം, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ അവകാശമാക്കും. എങ്ങനെ ഈ പ്രോമിസ് കൊടുത്തത്? താൻ സ്നേഹിക്കുന്നതിനെ ദൈവത്തിന് വേണ്ടി നഷ്ടമാക്കുവാൻ തയ്യാറായപ്പോൾ. പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിനു വേണ്ടി എന്തെല്ലാം നഷ്ടം വന്നാലും അത് നഷ്ടമല്ല, അത് ലാഭമാണ്. പൗലോസ് പറയുന്ന കാര്യമുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരണം ലാഭമാകുന്നത്, യേശുവിന് വേണ്ടി മരിക്കുന്നത് ലാഭമാണ്. എന്താ കാര്യം? തനിക്കറിയാം, നിത്യതയിൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം ഏറ്റവും വലുത്. എനിക്ക് ലഭിക്കാൻ പോകുന്ന കിരീടം ജീവൻ്റെ കിരീടമാണ്, വാടാത്ത കിരീടമാണ്, തേജസ്സിൻ്റെ കിരീടമാണ്, പ്രശംസാ കിരീടം. അത് അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ മൂല്യം അറിയാവുന്നത് കൊണ്ട് ഇത് ലാഭമാണ്. ദൈവനാമത്തിന് വേണ്ടി ഒരു ജലി വരില്ലെങ്കിൽ അനയ്ക്ക് അത് നഷ്ടമല്ല, അത് ലാഭമാണ് കേട്ടോ. നിങ്ങളുടെ വീട് അതിനു വേണ്ടി തുറന്നു കൊടുത്താൽ, നിങ്ങളുടെ വണ്ടി അതിനു വേണ്ടി കൊടുത്താൽ, നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് അതിനു വേണ്ടി കൊടുത്താൽ, നിങ്ങളുടെ ചർച്ച് അതിനു വേണ്ടി കൊടുത്താൽ, നിങ്ങളുടെ പണം അതിനു വേണ്ടി കൊടുത്താൽ, ആരോഗ്യം അതിനു വേണ്ടി കൊടുത്താൽ, സമയം അതിനു വേണ്ടി കൊടുത്താൽ, അത് നഷ്ടമല്ല, അത് ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയാം, ഇതിനേക്കാൾ അധികം തരാൻ യഹോവയ്ക്ക് കഴിയും. നീ മെസ്സേജ് കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം, നിങ്ങൾക്കുണ്ടായ നഷ്ടത്തെക്കാൾ അധികം തരാൻ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. സഹോദര സഹോദരി, വിശ്വസിക്കുക. ഈ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റെപ്പെടുത്ത് വെച്ച സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് ദൈവം പറഞ്ഞു, ഇതിനേക്കാൾ അധികം ദൈവം തരും. പക്ഷേ പ്രാക്ടിക്കലി വന്നപ്പോൾ ഈ വന്ന 1,00,000 ആളുകൾ ഇദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. ദൈവദൂത് പറഞ്ഞെങ്കിൽ ഇദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. അത് 10-ാം വാക്യത്തിലുണ്ട്, ഇങ്ങനെ വായിക്കുന്നത്, അങ്ങനെ അമസ്യാവ് അവരെ എഫ്രയീമിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്ന് വടക്കൂട്ടത്തെ തന്നെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് വേർതിരിച്ചു. ഇപ്പോൾ പറഞ്ഞു വിടുക. അടുത്തത്, അവരുടെ കോപം യഹൂദയ്ക്ക് നേരെ ഏറ്റവും ജ്വലിച്ചു. അവർ അതികോപത്തോടെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. കണ്ടോ, നിങ്ങൾ നോക്കി, 1,00,000 ആളുകൾ അമസ്യാവിന് നേരെ അതികോപത്തോടെ. ഒരാൾ നമുക്കെതിരെ കോപിച്ചാൽ എന്തിനാ കോപിക്കുന്നത്? അവർ വേറെ എന്തെങ്കിലും ഒരു വിഷയവുമായി ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ അവർ നമ്മളെ കണ്ടെന്നാ വിചാരിച്ച് 2 പേര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ചിരിച്ച് കാണിച്ചു, കൈപൊക്കി കാണിച്ചു, പക്ഷേ അവർ ശ്രദ്ധിച്ചില്ല. നമ്മളെന്തുവാ ചിന്തിക്കുന്നത്? ആ വ്യക്തിക്ക് എന്നോട് പിണക്കാം. അതും പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് കഴിക്കാതിരിക്കുന്ന ആളുകളുണ്ട്, വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ വിഷമിച്ചിരിക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തുള്ളപ്പോൾ അമസ്യാവിന് നേരെ 1,00,000 ആളുകൾ പരാക്രമശാലികളാണ്. അവർ കോപം ജ്വലിച്ച്, ഏറ്റവും ജ്വലിച്ചെന്നാണ് വായിക്കുന്നത്. കോപിച്ചു, അതികോപത്തോടെ ദേശത്തേക്ക് മടങ്ങിപ്പോയി. പക്ഷേ അമസ്യാവ് ചെയ്തൊരു കാര്യമാണ് നമ്മളും ചെയ്യേണ്ടത്. ദൈവനാമത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ചില ആളുകൾ നമുക്ക് നേരെ കോപിക്കുമായിരിക്കും, നമുക്ക് വിരോധമാകുമായിരിക്കും, നമുക്ക് വിരോധമായി സംസാരിക്കുമായിരിക്കും, ചിരിച്ച് കാണിക്കത്തില്ലായിരിക്കും, കൈതരത്തില്ലായിരിക്കും, നമ്മളെ കാണുമ്പോൾ മാറിപ്പോയിരിക്കും. സാരമില്ല. അമസ്യാവ് എന്തോ ചെയ്തതെന്നറിയാമോ? അനന്തരം അമസ്യാവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ ദേശത്തേക്ക് മടങ്ങിപ്പോയി. അനന്തരം അമസ്യാവ് ധൈര്യപ്പെട്ടു, തൻ്റെ പടജനത്തെ കൂട്ടിക്കൊണ്ട് ഉപ്പുതാഴ്വരയിൽ നിന്ന് സെയിരിൽ 10,000 പേരെ നിഗ്രഹിച്ചു. താഴോട്ട് ദൈവം അവർക്ക് ജയം കൊടുക്കുക. അവൻ ധൈര്യപ്പെട്ടു. ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ, ദൈവനാമത്തിന് വേണ്ടി ദൈവഹിതപ്രകാരം നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ നഷ്ടങ്ങൾ, അത് ബന്ധങ്ങളാകട്ടെ, പണമാകട്ടെ, സമയമാകട്ടെ, എന്തു ആയിക്കോട്ടെ, നഷ്ടങ്ങൾ സംഭവിച്ചാൽ അതിനേക്കാൾ അധികം തരാൻ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. നിരാശപ്പെടരുതേ, ഭാരപ്പെടരുതേ. അതിനേക്കാൾ അധികം തരാൻ
യേശു വിശ്വസ്തന. ആ നഷ്ടത്തേക്കാൾ അധികം തരാൻ യേശു വിശ്വസ്തന. റിയാലിറ്റിയിലേക്ക് കടന്നു വരുമ്പോൾ അവരും പിണങ്ങുന്നതൊന്നും കണ്ട് ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. ധൈര്യപ്പെടണം, ക്രിസ്തുവിൽ ധൈര്യപ്പെടണം. വചനത്തിൽ അമസ്യാവ് ധൈര്യപ്പെട്ടു. ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. ദൈവം പറഞ്ഞതുപോലെ അമസ്യാവ് ചെയ്തു. ദൈവം പറഞ്ഞതുപോലെ ദൈവം അമസ്യാവിന് ചെയ്തു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവാലോചനയില്ലാതെ, ദൈവഹിതമില്ലാതെ, ദൈവശബ്ദം കേൾക്കാതെ ഒന്നും ചെയ്യണ്ട. പണവും ശക്തിയും സൗന്ദര്യവും എല്ലാം മാറ്റിവെക്കുക. ദൈവശബ്ദത്തിന് കാതു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നഷ്ടങ്ങൾ ദൈവം ലാഭമാക്കി തരും. തെറ്റായ ഒരു തീരുമാനം എടുത്താൽ പലതും ജീവിതത്തിൽ നഷ്ടപ്പെടും. എന്നാൽ ദൈവഹിതപ്രകാരം എടുക്കുന്ന തീരുമാനം നിമിത്തം നഷ്ടങ്ങൾ വന്നാൽ അതിനേക്കാൾ അധികം തരാൻ, അണ്ടർലൈൻ ചെയ്തോ, അതിനേക്കാൾ അധികം തരാൻ. 2 ദിനവൃത്താന്തം 25:9. അതിന് ദൈവപുരുഷൻ അതിനേക്കാൾ അധികം തരാൻ യഹോവയ്ക്ക് കഴിയും. ഒന്നോടെ ചെന്ന് ചേർന്ന് പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ നഷ്ടത്തേക്കാൾ അധികം തരാൻ യഹോവയ്ക്ക് കഴിയും. ഞാൻ ദൈവത്തിനെ അനുസരിച്ചാണ് ചെയ്തേക്കുന്നത്. ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും ഞാൻ ദൈവത്തെ അനുസരിച്ച് ഇത് ചെയ്തേക്കുന്നത്. ഇതിനേക്കാൾ അധികം തരാൻ യഹോവയ്ക്ക് കഴിയും. നിനക്കെന്തുവാ നഷ്ടപ്പെട്ടെ സഹോദര സഹോദരി, താങ്കൾക്ക് എന്തുവാ നഷ്ടപ്പെട്ടെ? അതിനേക്കാൾ അധികം തരാൻ ദൈവം വിശ്വസ്തന. ദൈവം വിശ്വസ്തന. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവവചന സന്ദേശം കേട്ട സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവാലോചന പ്രകാരം തീരുമാനമെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രിയപ്പെട്ടവർക്ക് കൃപ കൊടുക്കണം. അപ്പോൾ അങ്ങയുടെ വചനം കേട്ട് എടുക്കുന്ന തീരുമാനം നിമിത്തം, സ്റ്റെപ്പ് നിമിത്തം നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അതിനേക്കാൾ അധികം തരാൻ അങ്ങ് വിശ്വസ്തനായിരിക്കാൻ നന്ദി പറയുന്നു. ധൈര്യപ്പെട്ട് വീര്യത്തോടെ ഉറച്ചു നിന്ന് കാര്യങ്ങളെ ചെയ്യുവാനുള്ള കൃപയും ആവശ്യങ്ങളുടെ ജനത്തിന് നൽകി കൊടുക്കണം. സമസ്ത വിഷയങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചവരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കും. ഈ മെസ്സേജ് കേട്ടവരെ അവിടുന്ന് ബ്ലെസ് ചെയ്യണമേ. ഈ മെസ്സേജിലൂടെ അവരോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു. ഈ മെസ്സേജ് കേട്ട് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അവരെ അമസ്യാവ് ധൈര്യപ്പെട്ടതുപോലെ ധൈര്യം കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.